ഭർത്താവ് ഇതുപോലെ സൂസൈഡ് ചെയ്തത്. ആ ഭർത്താവിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. സൂസൈഡ് ചെയ്യുന്ന വലിയൊരു മഹാപാപമാണ്. പഴയ ഭാര്യയെ നീ മറന്നു, എങ്ങനെ നിനക്ക് സാധിക്കുന്നു എന്ന് പറയുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളൂ, ആ പെണ്ണ് ചതിച്ചെന്നുള്ളത്. അതാ പുള്ളി ചോദിക്കണം. ഇതെപ്പോൾ തൊട്ട് എങ്ങനെ തൊട്ട് തുടങ്ങിയതാ വള്ളിയും അയാൾക്ക് എന്ത് നീതി കിട്ടി? തെറ്റ് ചെയ്യണവർ മരിച്ചോട്ടെ, അതിലൊരു കുഴപ്പമില്ല. ഈ പെണ്ണിൻ്റെ വീഡിയോസ് വെച്ചിട്ട് ആ പെണ്ണിനെ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ ആ പെണ്ണ് സൂസൈഡ് ചെയ്യില്ലേ? കുലുക്കി കാണിക്കുക, ഊരി കാണിക്കുക. അറിഞ്ഞുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. പുള്ളിക്ക് സംസാരിക്കാനും കൂടി പറ്റില്ല. അത്രയും ദേഷ്യമുള്ള ആളാണെങ്കിൽ ഇത്ര പേഷ്യൻസിൽ ഒരിക്കലും ആ പെണ്ണിനോട് സംസാരിക്കില്ല. ഇങ്ങനെ ഞാനാണെങ്കിൽ പോലും എന്താ കാണിക്കാമെന്ന് എനിക്കറിയില്ല. ആവശ്യത്തിന് പുരുഷന്മാർക്ക് കൊടുക്കണം. പെണ്ണ് തെറ്റ് ചെയ്തിട്ട് അവള് പോയി സൂസൈഡ് ചെയ്തിട്ട് അത് അനുഭവിക്കണ ഭർത്താക്കന്മാരുണ്ട്, അവർ രണ്ടാമത് കെട്ടണ ഭാര്യമാരുണ്ട്. നിങ്ങൾക്ക് ആർക്കും ഒന്നും മനസ്സിലാവൂല. മരിച്ച ആളെ പറ്റി എന്തിനും ഇങ്ങനത്തത് ഇട്ടെന്നും പറഞ്ഞു വരും. ഞാൻ ഒന്നറിയാണ്ട് വന്നിട്ട് എന്നെ വെറുത്തവരുണ്ട്. വെറുപ്പ് കിട്ടിയിട്ട് ജീവിക്കാൻ ഒരാളും ആഗ്രഹിക്കൂല. എല്ലാവരും നമ്മളെ സ്നേഹിക്കണം എന്ന് നമുക്ക്. മേന എൻ്റെ അടുത്ത് എന്താ പറഞ്ഞതെന്നറിയോ? ഈ സമയമാണ്, നീ സ്ട്രെസ് ആവരുത്, കരയരുത്, വിഷമിക്കരുത്, ഈ സമയത്ത് അത് കുഞ്ഞിനെ ബാധിക്കും എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്ര ഇപ്പം തെറ്റ് ചെയ്തെന്ന് പറഞ്ഞെങ്കിലും നിങ്ങളുടെ മനസ്സിൽ നിന്ന് കുറേ പേർക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. എത്ര ഹേർട്ട് ചെയ്തിട്ടായിരിക്കും ആ ഒരു പാർട്ട്ണർ ഈ ലോകത്തോട് വിട പറഞ്ഞ് പോയിട്ടുണ്ടാവാമെന്ന് ചിന്തിച്ചാൽ മതി. മനസ്സിലാക്കണവർ മനസ്സിലാക്കാം. അപ്പോൾ ഓക്കെ, ബൈ.